നമസ്കാരം. ഇന്നൊരു അടിപൊളി നാടൻ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ മുരിങ്ങക്കായും തക്കാളിയും ഒക്കെ കൊണ്ടുള്ള ഒരു റെസിപ്പി. ഇത് ഞാൻ നമ്മുടെ മാരിയറ്റിൽ നിന്ന് ബൊഫെ കഴിച്ചപ്പോൾ അവിടെ വെജ് റെസിപ്പീസിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. റെസിപ്പിയല്ല, കറിയാണ് കിട്ടിയത്. അത് വായിൽ വെച്ചപ്പോൾ തന്നെ ഇതൊന്ന് വീട്ടിൽ ചെന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണമെന്ന് തോന്നി. ചില സംഭവങ്ങളൊക്കെ അങ്ങനെയാണല്ലേ, നമുക്കിതൊന്ന് വീട്ടിൽ ചെന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നും. അപ്പം ഇതിൻ്റെ റെസിപ്പിയൊന്നും എനിക്കറിയില്ല. ആ വായിൽ കിട്ടിയ സ്വാദ് വെച്ചിട്ട് എനിക്ക് തോന്നിയ പോലെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. എന്ന് വെച്ച് നിങ്ങൾ ആരും പേടിക്കേണ്ട, ഇത് സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ആ ഒരു ടേസ്റ്റ് തന്നെ എനിക്ക് വീട്ടിൽ കിട്ടിയതുകൊണ്ടാണ് കേട്ടോ. ചില റെസിപ്പീസൊക്കെ അങ്ങനെയാണല്ലേ, നമുക്ക് ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ പിടികിട്ടി കഴിഞ്ഞാൽ ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നേ. അപ്പം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മുരിങ്ങയ്ക്കയും തക്കാളിയും അരിഞ്ഞ് ഒരു ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ബേസിക് മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തു. ഈ ചട്ടിയൊക്കെ ഇളക്കി മിക്സ് ചെയ്യുന്നതൊക്കെ ചുമ്മാ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സ്പൂൺ വെച്ച് ഇളക്കിയാലും മതി. എന്നിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം ആവരുത്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ തേങ്ങയുടെ പാല്, ഒറ്റ പാലാണ് എടുത്തിരിക്കുന്നത്. അതായത് ഭയങ്കര കട്ടിയില്ല, ഭയങ്കര ലൂസും അല്ല, ഒരു ഇടത്തരത്തിൽ ഒരു കൺസിസ്റ്റൻസിയിൽ പാലൊഴിച്ച് അതൊന്ന് തിളപ്പിക്കുക. ഇത്രയേ ഉള്ളൂ കറി. ഇത്ര എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കാമോ? സംഭവം സൂപ്പർ. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആഹാ, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. കാരണം ഞാൻ ആ ഹോട്ടലിൽ നിന്ന് കഴിച്ച അതേ സ്വാദ്. ഇനി താളിക്കുക. ഒരു ബേസിക് താളിപ്പ് മാത്രമാണ് ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. കടുക്, വറ്റൽമുളക്, കറിവേപ്പില. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കുറച്ച് കോംപ്ലക്സ് താളിപ്പ് ആക്കാം. എനിക്ക് ഇന്ന് ഇച്ചിരി തിരക്കായതുകൊണ്ട് ഞാൻ ബേസിക് താളിപ്പോടെ സംഭവം നിർത്തുകയാണ്. എന്തായാലും റെസിപ്പി സൂപ്പറാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.